ഇത് കണ്ടിട്ട് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ പോലെ തോന്നുന്നുണ്ടോ? കണ്ടാൽ കറക്റ്റ് ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ തോന്നും. പക്ഷെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ മുല്ലപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ ആണ്. നമുക്ക് എത്ര ലെങ്ത്തിലുള്ള മുല്ലപ്പൂ വേണമെന്ന് നോക്കിയിട്ട് വേണം ടിഷ്യൂ പേപ്പർ എടുക്കാൻ. ഞാനിവിടെ 3 ടിഷ്യൂ പേപ്പർ ആണ് എടുക്കുന്നത്. ഓരോ ടിഷ്യൂ പേപ്പറും 2ആയിട്ട് കട്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി 2ആയി കട്ട് ചെയ്തതിൽ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ മടക്കി മടക്കി മാക്സിമം ചെറുതാക്കി എടുക്കാം. എന്നിട്ട് ഇതിന്റെ 2 സൈഡും യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ഈ ലെങ്ത്തിൽ ചെയ്യുമ്പോൾ മുല്ലപ്പൂ കുറച്ച് തിക്കായിട്ടായിരിക്കും കിട്ടുക. ഇതിലും ചെറിയ ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ പൂക്കൾ കുറച്ചുകൂടെ അടുത്തടുത്തായി നിൽക്കും. അതായത് നല്ല കട്ടിയുള്ള ഉണ്ട മുല്ലപ്പൂ പോലെ തോന്നുന്ന രീതിയിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ ലെങ്ത്തിൽ എടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി ഈ റാ ഷേപ്പിലുള്ള ഭാഗം 2 വരുന്ന രീതിക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ മുല്ലപ്പൂവിനൊക്കെ എന്താ വില. അതുകൊണ്ട് ഇൻഡോർ ഷൂട്ടിനൊക്കെ ആയി മുല്ലപ്പൂ വേണമെങ്കിൽ വെറുതെ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാന്നല്ലാതെ ഇത് വെച്ച് സ്കൂളിലേക്കും കോളേജിലേക്കും ഒന്നും പോകാനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോളും പിന്നെ അക്രിലിക് പെയിന്റും വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മിന്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പറിന്റെ ഒരു പീസ് എടുത്തിട്ട് നടുക്കൊന്ന് ചുരുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോളും അക്രിലിക് പെയിന്റും ഉണ്ടല്ലോ, അതും കുറച്ചെടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പർ നല്ലപോലെ ഒട്ടി നിൽക്കുകയും ചെയ്യും, നമുക്കൊരു സ്റ്റെമ്മിന്റെ ലുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു ഓണം സീരീസിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോ. ഇനി ഓണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കണ്ടന്റ് കൂടി ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു 3-4 ഐഡിയാസ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ പറയണേ. പറ്റുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുല്ലപ്പൂ എങ്ങനെയാണോ കോർത്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ പെറ്റൽസും കോർത്തെടുക്കുന്നത്. പിന്നെ ത്രെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം മുല്ലപ്പൂവിനിടയിൽ അത് അത്ര നോട്ടീസബിൾ ആവില്ലല്ലോ. പിന്നെ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ കോർത്തെടുക്കുന്നതാണ് നല്ലത്. കാരണം ഫെവിക്കോൾ നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചി ഇതിന്റെ ഉള്ളിലൂടെ കയറാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഗ്ലൂ ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഇത് കോർത്തെടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഓരോ പെറ്റൽസും കോർത്തോണ്ടിരിക്കുമ്പോൾ കുറച്ചായി ഇതിന്റെ ഷേപ്പ് മാറി നല്ല ഭംഗിയായി വരാൻ തുടങ്ങും. കുറച്ചെണ്ണം കോർത്ത് കഴിയുമ്പോഴേക്കും ഇത് പതുക്കെ പൊന്തി നമ്മൾ സാധാരണ മുല്ലപ്പൂ കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ഒരു ലുക്കിലേക്ക് വരും. എടാ, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നേരിട്ട് നോക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ ആണെന്നൊക്കെ മനസ്സിലാവും, പക്ഷെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ എടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെയുണ്ട്. പിന്നെ എന്റെ റൂമിലെ ഫ്രണ്ട്സിനും ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും സംഭവം കൊള്ളാല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട ഓണം സീരീസിന്റെ കാര്യം. നിങ്ങൾക്ക് തോന്നുന്ന നല്ല ഐഡിയാസ് ഒക്കെ കമന്റ് പറയണം. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. പിന്നെ ഈ ഓണം സീരീസിൽ ഞാൻ പരമാവധി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്രാഫ്റ്റ് ആണ് ഉൾപ്പെടുത്താൻ നോക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലും. പിന്നെ അടുത്ത വീഡിയോ എന്താണെന്നറിയോ, ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒരു ആർട്ടിഫിഷ്യൽ അത്തപ്പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ ഇടാട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.